ഹേ ഗായ്സ്, സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹണ്ടർ ഹണ്ടർ എന്ന ആനിമി സീരീസിലെ 3-ാം സീസണിലെ ഏറ്റവും ബെസ്റ്റ് എപ്പിസോഡായിട്ടുള്ള 10ാമത്തെ എപ്പിസോഡാണ്. ഏറ്റവും ബെസ്റ്റ് എപ്പിസോഡ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഈ ഒരു എപ്പിസോഡിലാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുന്നത്. ഫൈറ്റ് ഒരു വൺ സൈഡ് ഫൈറ്റ് ആണെങ്കിൽ പോലും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വേഴ്സസ് ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തമ്മിലാണ് ഈ ഒരു ഫൈറ്റ് നടക്കുന്നത്. അത് കാരണം തന്നെയാണ് ഈ ഒരു ഫൈറ്റിനെ ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോക്ക് ടാർഗറ്റ് വെക്കുന്നത് 150 ലൈക്കാണ്. 200 ലൈക്കൊന്നും നമുക്ക് പറ്റില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് ഒരു നല്ല വിശാലമായ ഒരു മരുഭൂമി പോലത്തെ ഒരു പ്രദേശമാണ്. പിന്നെ കാണുന്നത് നമ്മൾ ഓഗിനാണ്. പുള്ളിക്കാരനാണെങ്കിൽ അവിടെ യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഷാഡോ ബീസ്റ്റുകൾക്കെതിരെ നടന്ന ആ ഒരു ഫൈറ്റിനിടയിൽ ഓഗിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒരു അട്ട പോലത്തെ ജീവി പോയിട്ടുണ്ടായിരുന്നു. സോ അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു അട്ടകൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഗിനെ ഇപ്പോൾ യൂറിനേറ്റ് ചെയ്യുന്നതും. അതിനാൽ തന്നെ അവന്റെ ബോഡി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഓഗിൻ നമ്മളെ കുറാപ്പിയുടെ അടുത്ത് പോയിട്ട് നിന്നെ വെയിറ്റ് ചെയ്ത് വെച്ചില്ല സോറി, പക്ഷേ എനിക്ക് നിന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നീ ശരിക്കും പറഞ്ഞാൽ ആരാണ്? നീ എന്തായാലും ഒരു സാധാരണ നെൻ യൂസർ അല്ല. നിന്റെ നെന്നബിലിറ്റിക്ക് പിറകിൽ എന്തോ ഒരു പ്രത്യേകമായ ഉദ്ദേശം ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കേട്ട് നമ്മളെ കുറാപ്പിക പറയുന്നുണ്ട്, ഈ ഒരു ക്വസ്റ്റിന് ആൻസർ പറയുന്നതിന് മുന്നേ എനിക്ക് നിന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നീ കൊന്നു കഴിഞ്ഞ ആൾക്കാരെ നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോഴാണെങ്കിൽ യുവോഗ്യം പറയുന്നുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ ഓർമ്മയുണ്ട്. എന്നിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഇംപ്രഷൻ തോന്നിയ ആൾക്കാരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നീ ഒരു റിവെഞ്ച് എടുക്കാൻ വേണ്ടി വന്നതാണോ? ആർക്ക് വേണ്ടിയാണ് നീ റിവെഞ്ച് എടുക്കുന്നത്? അപ്പൊ നമ്മളെ കുറാപ്പിക ആദേശത്തോടെ പറയുന്നുണ്ട്, എന്റെ ക്ലാനായിട്ടുള്ള കുർട്ടയാണ് ഞാൻ ഇപ്പോൾ ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഓഗിനാണെങ്കിൽ കുർട്ടയോ? അവരെ പറ്റി ഞാൻ തീരെ കേട്ടിട്ടില്ല. 5 വർഷം മുന്നേ ഒരു ചെറിയ ക്ലാൻ ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ ഒരു സ്കാർലറ്റ് കളറായിരുന്നു. ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ടീം വന്നിട്ട് ഞങ്ങളെ ഇല്ലാതാക്കി കളയുന്നത്. വോഗിനാണെങ്കിൽ അപ്പോഴും തീരെ മനസ്സിലാവുന്നില്ല. പക്ഷെ വോഗ്യം പറയുന്നുണ്ട്, 5 വർഷം മുന്നേ ഞാനും ഈ ഒരു ഫാൻഡ് ട്രിപ്പിലെ ഒരു മെമ്പർ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളെ കുറാപ്പിക പറയുന്നുണ്ട്, ഒരു തെറ്റും പോലും ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളെ ഒന്നും ചെയ്യാത്ത വഴിയിലൂടെ പോകുന്ന ഒരാളെ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നാറില്ല എന്ന് നമ്മളെ വോഗ്യം പറയുന്നുണ്ട്. ഇതിനുശേഷം അവിടെ നടക്കുന്നത് ഒരു കിടിലൻ ഫൈറ്റ് തന്നെയാണ്. കുറാപ്പിക്കയാണെങ്കിൽ ഇതിന്റെ ഓറയെ പുറത്തേക്ക് കൊടുത്തിട്ട്, നീ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി നിന്റെ ജീവൻ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് എടുക്കും, അങ്ങനെയാണെങ്കിൽ അതൊന്നും കാണല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ഊഗിൻ അവന്റെ മോൺസ്ട്രസ് ആയിട്ടുള്ള ഓറയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിന്നെ പോലത്തെ പൊട്ടന്മാര് കാരണമാണ് എനിക്കൊരാളെ കൊല്ലുന്നത് ഒരിക്കലും മടുക്കാത്തത്. നിനക്ക് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം എന്തെന്ന് അറിയണോ? നിന്നെ പോലെ റിവെഞ്ച് എടുക്കാനാന്ന് പറഞ്ഞ് വരുന്നവരെയൊക്കെ കൊല്ലൽ. അവരെയൊക്കെ കൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ് എന്നും പറഞ്ഞവരാണെങ്കിൽ ഗ്രൗണ്ടിലോട്ട് നല്ലൊരു സ്ട്രോങ്ങിൽ ഒരു പഞ്ച് ചെയ്യാണ്. ആ ഒരു പഞ്ച് കാരണം അവിടെ ഒരു വലിയ സ്മോക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട്. സോ അതിൽ നിന്ന് നമ്മളെ കുറാപ്പിക ഒഴിഞ്ഞു മാറി മേലോട്ട് എടുത്ത് ചാടുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കുറാപ്പിക്കുകയാണെങ്കിൽ അവന്റെ ചങ്ങലകൾ യൂസ് ചെയ്തിട്ട് ഓഗിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കുറാപ്പികക്ക് അവന്റെ ഈ ഒരു ചെയിൻസിന്റെ മേലുള്ള കൺട്രോളിനിട്ട് നമ്മളെ ഓഗിൻ ചിന്തിക്കുകയാണ്, എനിക്ക് തോന്നുന്നു ഇവനൊരു മാനിപ്പുലേറ്റർ കാറ്റഗറിയിൽ പെട്ടവനാണെന്ന്. ഇതേ സമയം നമ്മൾ ഓഗിനാണെങ്കിൽ കുറാപ്പിക ചെയ്യുന്ന അറ്റാക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നൊക്കെ ഉണ്ട്. പക്ഷേ കുറാപ്പികയാണെങ്കിൽ അവനൊരു ഗ്യാപ്പ് കൊടുക്കാതെ നിർത്താതെ അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഗിൻ ഈ സമയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ ചങ്ങലകൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം അവൻ ഈ ഒരു ചങ്ങലയുടെ മേലെ എന്ത് ട്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അതിന്റെ മേലെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് നെന്ന് അതിന്റെ മേലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചങ്ങലകൾ ഇവൻ എൻ്റെ മേലേക്ക് ഘടിപ്പിക്കുന്നതിന് മുമ്പേ ഇവന് ഫസ്റ്റ് തന്നെ പോയി അടിച്ച് തോൽപ്പിക്കണം എന്നും പറഞ്ഞ് വോഗിനാണെങ്കിൽ കുറാപ്പിക നേരെ ഓടി വന്നിട്ട് കുറാപ്പിക്കയുടെ നേരക്ക് നല്ല കിടിലൻ പഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുറാപ്പിക അവന്റെ കൈ യൂസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതേസമയം വോഗി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു പഞ്ചിൽ അവന്റെ ഒരു കൈ അവിടെ ഒടിയേണ്ടതാണ്. പക്ഷെ പെട്ടെന്നാണ് കുറാപ്പിക അവന്റെ മറ്റൊരു കൈ യൂസ് ചെയ്തിട്ട് അവന്റെ മേലേക്ക് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ വോഗിന് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മറന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് വോഗി നമ്മളെ കുറാപ്പികയെ ശ്രദ്ധിക്കുന്നത്. അവനാണെങ്കിൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ല അവൻ ആ പഞ്ച് ചെയ്തിട്ട് പോലും. ഇവന് ചെയിൻസ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇവൻ മാനിപ്പുലേറ്റർ കാറ്റഗറി പെട്ടവനായിരിക്കും, അല്ലെങ്കിൽ ഇവൻ തീർച്ചയായിട്ടും കോൺസറർ കാറ്റഗറി പെട്ടവനായിരിക്കും. പക്ഷെ എന്റെ പഞ്ച് ബ്ലോക്ക് ചെയ്യാൻ എന്റെ എൻഹാൻസർ കാറ്റഗറിയിൽ പെട്ട ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ ഇവ എങ്ങനെയാണ് എന്റെ പഞ്ച് ബ്ലോക്ക് ചെയ്തത്? അങ്ങനെ നമ്മൾ വോഗിൻ ആകെ കൺഫ്യൂസ് ആയി നിൽക്കുന്ന സമയത്താണ് കുറാപ്പിക അവന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്, നീ ഇപ്പൊ ചെയ്ത പഞ്ചാണോ നിന്റെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് പഞ്ച് എന്നും പറഞ്ഞ് നമ്മൾ കുറാപ്പിക്ക് അവനെ മോട്ടറാക്കി വിടുന്നുണ്ട്. അതാണെങ്കിൽ നമ്മൾ ഓഗിന് അവന്റെ ഈഗോയെ നന്നായിട്ട് തന്നെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, എന്റെ ഒരു 20% സ്ട്രെങ്ത് മാത്രം ആ ഒരു പഞ്ചിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്റെ പകുതി സ്ട്രെങ്ത് യൂസ് ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞ് നല്ല സ്പീഡിൽ തന്നെ നമ്മൾ കുറാപ്പിക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവനെ നേരക്ക് വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മൾ കുറാപ്പിക്ക് അവന്റെ ഫ്രണ്ടിൽ നിന്ന് ഡിസപ്പിയർ ആയിട്ട് അവന്റെ ബാക്കിൽ പ്രത്യക്ഷപ്പെട്ട് അവനെ നല്ലൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതോടുകൂടി നിർത്തിയില്ല, വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പഞ്ചിൽ നിന്നും ഈ ഒരു അറ്റാക്കിൽ നിന്നൊക്കെ എണീറ്റ് വന്നിട്ട് നമ്മൾ ഓഗിനാണെങ്കിൽ നമ്മളെ കുറാപ്പിക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് കുറാപ്പിക വീണ്ടും വന്ന് അവൻ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അവനെ കുറെ പ്രാവശ്യം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ വോഗ്യം പറയുന്നുണ്ട്, നീ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നിനക്ക് എന്നെ ചങ്ങലയിട്ടുവാണെങ്കിൽ പൂട്ടായിരുന്നു, പക്ഷെ ഇനി അതേപോലത്തെ ഒരു ചാൻസ് നിനക്ക് ലഭിക്കില്ല. അപ്പോഴാണ് കുറാപ്പിക പറയുന്നുണ്ട്, നീ വെറുതെ ചുമ്മാ എക്സ്ക്യൂസ് ഇടാണ്ട് നിന്റെ ബെസ്റ്റ് ഫുൾ പവർ എടുത്തിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ വായോ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ എന്റെ ഫുൾ പവർ എടുത്ത് നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അപ്പോഴാണെങ്കിൽ അവന്റെ ചുറ്റോടെ നിന്നിരിക്കുന്ന കല്ലും അവിടെ നിന്ന് ഗ്രൗണ്ടൊക്കെ പൊട്ടി പൊളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരു ഫുൾ പവറിൽ നിൽക്കുന്ന സമയത്ത് അവനൊരു ഗ്രൗണ്ടിലോട്ട് നല്ല
പവറിലൊരു പഞ്ച് ചെയ്യാണ്. അത് കാരണം തന്നെ അവിടെ വലിയൊരു സ്മോക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ കുറാപ്പിക്കൊക്കെ മനസ്സിലാവുന്നത് അവൻ്റെ പ്രസൻസ് ഇപ്പോൾ ഹൈഡ് ആയിട്ടുണ്ട്. അതായത് കുറാപ്പിക്ക് അവൻ എവിടെയുള്ളതെന്ന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം അവൻ ഇൻ എന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ട് ഉപയോഗി വന്നിട്ട് നമ്മൾ കുറാപ്പിക്ക് നേരെ ഒരു കിഡിലൻ പഞ്ച് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ കുറാപ്പിക്ക് ആ ഒരു പഞ്ചിനെ പറ്റി ഒരു സിഗ്നൽ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ കുറാപ്പിയുടെ കൈമക്ക് സ്ട്രെയിറ്റ് വരുന്നുണ്ട്. അവൻ്റെ കൈ ടോട്ടലി ഒടിഞ്ഞിട്ടുണ്ട്. ആ ഒരു പഞ്ചായത്തും നമ്മളെ കുറാപ്പിക്കാണെങ്കിൽ ദൂരത്തേക്ക് തെറിച്ച് പോവാണ്. ഇത് കണ്ട് നമ്മൾ വോക്കിങ് പറയുന്നുണ്ട് ഇപ്രാവശ്യം ഞാൻ നിന്റെ കൈ ശരിക്കും ഒടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ബോഡി പ്രസൻസ് പോലും ഇല്ലാത്ത ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് നീ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്തു. അത് കാരണം തന്നെ ഞാൻ നിന്നിൽ ഇംപ്രസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു പഞ്ചായത്ത് തെറിച്ചു പോകാൻ നമ്മളെ കുറാപ്പിക്ക് പറയുന്നുണ്ട് ഞാൻ നിന്നിലും ഇംപ്രസ്ഡ് ആണ്. നിനക്ക് ഇന്ന ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്തായാലും നിന്റെ പ്ലാൻ അടിപൊളി തന്നെയായിരുന്നു. ആദ്യം നിന്റെ ഫുൾ പവർ എടുത്തിട്ട് ഗ്രൗണ്ടിലോട്ട് ഒരു പഞ്ച് ചെയ്തതിനു ശേഷം ആ ഒരു സമയത്ത് പെട്ടെന്ന് നിന്റെ ബോഡി പ്രസൻസ് ഹൈഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സ്മോക്കിന്റെ ഉള്ളിലൂടെ വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുക. ഇതൊരു കിടിലൻ പ്ലാൻ തന്നെയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇന്ന ടെക്നിക്ക് യൂസ് ചെയ്യാൻ എനിക്കും അറിയാം എന്നും പറഞ്ഞ് നമ്മളെ കുറാപ്പിക അവന്റെ കൈ നീട്ടിയപ്പോൾ നമ്മളെ ഉവോഗിനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവന്റെ ദേഹം മുഴുവനും നമ്മളെ കുറാപ്പികയുടെ ചങ്ങലകളായിരുന്നു. എന്നിട്ട് നമ്മളെ കുറാപ്പിക അവനടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ഒരു ചങ്ങലകൾ കാണാനും സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഗ്യോ എന്ന ടെക്നിക്കും യൂസ് ചെയ്യാൻ അറിയാല്ലേ? നിന്റെ മേൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ചങ്ങലകൾ ഒരു കോഞ്ചർ എന്ന കാറ്റഗറി പെട്ടവന്റെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ്. അതിനർത്ഥം എപ്പോഴാണെങ്കിലും എനിക്ക് ഈ ഒരു ചങ്ങലകൾ ഇൻവിസിബിൾ ആക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ ആദ്യം ഒരു സാധാരണ ചങ്ങലകൾ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരു മാനിപ്പുലേറ്റർ കാറ്റഗറിയായി നിങ്ങളുടെ മുന്നിൽ ഞാൻ അഭിനയിച്ചു. കുറച്ച് നേരത്തെ ഞാൻ നിന്നെ പഞ്ച് ചെയ്ത സമയത്ത് നീ പറഞ്ഞില്ലേ നിനക്ക് എന്നെ പഞ്ച് ചെയ്യുന്ന സമയത്ത് നിനക്ക് വേണമെങ്കിൽ ചങ്ങലകൾ ഇട്ട് എന്നെ പൂട്ടായിരുന്നു. നീ ആ പറഞ്ഞ സമയത്ത് തന്നെ നിന്നെ ഞാൻ ചങ്ങലകൾ ഇട്ട് പൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് നമ്മൾ ഓഗിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ഇവനൊരു എൻഹാൻസർ കാറ്റഗറിയിൽ പെട്ടവന്റെ ഡിഫൻസീവ് പവർ ഉണ്ട്. പിന്നെ ഇവന്റെ ചങ്ങലയിലുള്ള കോഞ്ചർ ചെയ്ത നെൻ അതും നല്ല സ്ട്രോങ് ആയിരുന്നു. അതിനർത്ഥവനാണെങ്കിൽ എൻഹാൻസർ കാറ്റഗറിയും കോഞ്ചർ കാറ്റഗറിയും കംപ്ലീറ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണോ? ഏയ് അതൊന്നും എന്തായാലും സാധിക്കില്ല. കാരണം ഒരു സാധാരണ ഹ്യൂമന് ഒരു 6 കാറ്റഗറിയിൽ നിന്ന് ആകെ ഒരു കാറ്റഗറി മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ വോഗിനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവാതെ അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളെ കുറാപ്പിക അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് എന്തായാലും കാര്യങ്ങളൊന്നും മനസ്സിലായില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കി തരാം എന്നും പറഞ്ഞ് കുറാപ്പിക അവന്റെ കണ്ണുകൾ അതായത് അവന്റെ സ്കാലറ്റ് ഐസ് നമ്മളെ വോഗിന് കാണിച്ചു കൊടുക്കാണ്. ഈ ഒരു കണ്ണുകൾ കണ്ടപ്പോൾ നമ്മളെ വോഗിൻ പറയുന്നുണ്ട് ഈ ഒരു കണ്ണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു. ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിന്നെ പോലെ കുറെ എണ്ണം ഈ ഒരു കണ്ണുകളുമായി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബോസിന് ഈ ഒരു കണ്ണുകൾ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അവരെന്തായാലും നന്നായിട്ട് തന്നെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പൊ നീ അവരുടെ ഇടയിൽ നിന്ന് ഒരു സർവൈവർ ആണല്ലേ? ഓ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം നോക്കാം. നിന്റെ ദേഷ്യമാണോ എന്റെ പവറാണോ ഇപ്പോൾ ഇവിടെ ജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം. ഓ അങ്ങനെയാണല്ലേ? എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ. നിനക്കെന്നെ ചങ്ങലകൾ ഒരിക്കലും തന്നെ പൊട്ടിക്കാൻ സാധിക്കില്ല. അങ്ങനെ നമ്മളെ വോഗിനാണെങ്കിൽ അവന് കംപ്ലീറ്റ് ഫുൾ സ്ട്രെങ്ത് കൊടുത്തിട്ട് ഈ ഒരു ചങ്ങലകൾ പൊട്ടിക്കാൻ വേണ്ടി നല്ല ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവസാനം നമ്മളെ വോഗിന് ഈ ഒരു ചങ്ങലകൾ പൊട്ടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ വോഗി ഇങ്ങനെ കിതച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളെ കുറാപ്പിക്ക പറയുന്നുണ്ട് എൻ്റെ കണ്ണുകൾ സ്കാലറ്റ് കളറാകുമ്പോൾ ഞാൻ സ്പെഷ്യലിസ്റ്റ് കാറ്റഗറി ആയിപ്പെടും. ഞാനൊരു സ്പെഷ്യലിസ്റ്റ് കാറ്റഗറി ആകുമ്പോൾ എനിക്ക് ബാക്കിയുള്ള എല്ലാ കാറ്റഗറീസിൻ്റെയും ഫുൾ കൺട്രോൾ കിട്ടും. ശേഷം ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ കുറാപ്പികയും അവൻ്റെ മാസ്റ്റർ തമ്മിൽ നെന്ന ടെക്നിക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് അവൻ്റെ മാസ്റ്റർ പറയുന്നുണ്ട് നിനക്ക് ആഗ്രഹമുള്ള പോലെ നിന്റെ പവർ മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ അതിനായി നീ ഒരു റൂള് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒരു റൂള് എന്തൊക്കെ വന്നാലും നീ ഫോളോ ചെയ്യും എന്ന് നീ നിന്നോട് തന്നെ പ്രോമിസ് നൽകുക. ആ ഒരു റൂള് എത്രത്തോളം സ്ട്രിക്റ്റ് ആണോ അത്രത്തോളം പവർ നിനക്ക് ലഭിക്കും. സോ കുറാപ്പിക മാസ്റ്റർ കുറാപ്പിയുടെ അടുത്ത് ഒരു റൂള് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ കുറാപ്പിക സെറ്റ് ചെയ്ത ആ റൂൾ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന പവർ യൂസ് ചെയ്ത് ഞാൻ ഫാൻറ്റ ട്രൂപ്പിലെ മെമ്പേഴ്സിനെ മാത്രമേ കൊല്ലുകയുള്ളൂ. അവർ മാത്രമേ എൻ്റെ ടാർഗറ്റ് ആയിരിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ റൂൾ എന്ന് വെച്ചാൽ ഞാൻ ഫാൻറ്റ ട്രൂപ്പിലെ മെമ്പർ അല്ലാത്ത വേറെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ ഡെഡ് ആവണം. ശേഷം പ്രസന്റ് ഫൈറ്റ് ആണ് കാണിക്കുന്നത്. നമ്മളെ ഓഗിനടിച്ച് നമ്മളെ കുറാപ്പികയുടെ കൈയാണെങ്കിൽ ആകെ ഒടിഞ്ഞില്ലാണ്ടായിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ ആ ഒരു കൈയാണെങ്കിൽ നമ്മളെ കുറാപ്പിക അവൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഓഗിനടുത്ത് പറയുന്നുണ്ട് നിനക്കാണ് ഫാൻറ്റ ട്രൂപ്പ് എന്ന ഗുണ്ടാ സംഘത്തിൽ ഏറ്റവും ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ളത്. അങ്ങനെയുള്ള നിനക്ക് എൻ്റെ ചങ്ങല പൊട്ടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സിന് എന്തായാലും സാധിക്കില്ല. ശേഷം കുറാപ്പികയാണെങ്കിൽ ഓഗിൻ്റെ നേരക്ക് നല്ല സ്ട്രോങ് ആയിട്ട് അവൻ്റെ ഓറ യൂസ് ചെയ്ത് നല്ലൊരു പഞ്ച് ചെയ്യാണ്. ആ ഒരു പഞ്ചാണെങ്കിലോ നമ്മൾ ഓഗിന് നന്നായിട്ട് തന്നെ ഏൽക്കുന്നുണ്ട്. അത് കാരണം തന്നെ കുറാപ്പിക പറയുന്നുണ്ട് നിനക്ക് ഈ ഒരു പഞ്ച് ഏൽക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഫാൻറ്റ മെമ്പേഴ്സിനും നന്നായിട്ട് തന്നെ ഏൽക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഓഗിൻ്റെ അടുത്ത് നിനക്ക് അറിയുന്നത് എല്ലാം പറയുന്നുണ്ട് നമ്മളെ കുറാപ്പിക. ബാക്കിയുള്ള ഫാൻറ്റ ട്രൂപ്പിലെ മെമ്പേഴ്സ് ഒക്കെ ഇപ്പോൾ എവിടെയാണ്? ആ ഒരു ചോദ്യത്തിന് നമ്മളെ ഓഗി നൽകുന്ന ഉത്തരം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ കൊന്നാലും ഞാൻ ഉത്തരം നൽകില്ല. അതേപോലെ തന്നെയായിരുന്നു നമ്മളെ കുറാപ്പിക അവർക്ക് എങ്ങനത്തെ എബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴുള്ള അവസ്ഥയും. അത് കാരണം നമ്മളെ കുറാപ്പികയാണെങ്കിൽ ഓഗിനെ കുറെ നേരം കിടന്ന് പഞ്ച് ചെയ്യുന്നുണ്ട്. അവന്റെ ബോഡിയിലെ പല ഭാഗത്തോട്ടും നമ്മളെ കുറാപ്പിക പഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ബേസിക്കലി അവനെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറാപ്പിക ഓഗിന്റെ അടുത്ത് പറയുന്നുണ്ട് നിന്നെയൊക്കെ ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു. നിന്നെ പോലെ ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് ഒരാളെ കൊല്ലുമ്പോൾ ഒന്ന് തന്നെ തോന്നാത്തത്? ഇതിനെങ്കിലും
എന്തായാലും നീ ആൻസർ എനിക്ക് തരണം. അപ്പോഴും അവൻ പറയുന്നത് എന്നെ കൊന്നാലും അത് പറയില്ല. ഇത് കേട്ട കുറാപ്പിക്കൊക്കെ ദേഷ്യം വന്നിട്ട് അവൻ്റെ ഒരു ആരോ പോലത്തെ ഒരു ചങ്ങലയാണെങ്കിൽ നമ്മളെ ഉവോഗിന്റെ ഹേർട്ടിന്റെ മേലേക്ക് ഘടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഉവോഗിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് നിന്റെ അവസാനത്തെ ചാൻസ് ആണ്. ബാക്കിയുള്ള ഫാൻ ട്രൂപ്പിലെ മെമ്പേഴ്സ് ഒക്കെ ഇപ്പൊ എവിടെയാണ്? ഇത് കേട്ട് ഉവോഗിനാണെങ്കിൽ കുറാപ്പിന്റെ അടുത്ത് പറയുന്നുണ്ട് നീ പോയി ചാവടാ. അത് തന്നെയായിരുന്നു ഉവോഗിന്റെ അവസാനത്തെ വാക്കുകളും. അതോടുകൂടി കുറാപ്പിക്കാണെങ്കിൽ ഉവോഗിന്റെ ജീവൻ അവിടെ എടുക്കുകയാണ്. എന്നിട്ട് അവനെ മണ്ടോടി നരകത്തിലോട്ട് അയക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഫാൻ ട്രൂപ്പിലെ മെമ്പേഴ്സിനെയാണ്. അവരുടെ കൂടെ അവരുടെ ബോസും ഉണ്ടായിരുന്നു. ബോസ് ആണെങ്കിൽ അവരുടെ ബാക്കിയുള്ള മെമ്പേഴ്സിന് അടുത്ത് പറയുന്നുണ്ട് ആ ഒരു ചെയിൻ യൂസർ അവൻ ഒന്നല്ലെങ്കിൽ മാനിപ്പുലേറ്റർ കാറ്റഗറി ആയിരിക്കും അല്ലെങ്കിൽ കോഞ്ചർ കാറ്റഗറി ആയിരിക്കും. ആ ഒരു 2 കാറ്റഗറിക്കാണ് നമ്മൾ വോഗിൻ ഏറ്റവും കൂടുതൽ വീക്ക് ആയിട്ടുള്ളത്. അപ്പൊ ഷൾനർക്ക് ദേഷ്യത്തോടെയും വിഷമത്തോടെയും പറയുന്നുണ്ട് എനിക്ക് അപ്പോഴേ തോന്നിയതാ ഞാൻ അവന്റെ കൂടെ പോയാൽ മതിയിരുന്നു എന്ന്. എന്നിട്ട് ബോസ് പറയുന്നുണ്ട് അവൻ രാവിലെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ പ്ലാനുകളിൽ എന്തായാലും മാറ്റം ഉണ്ടായിരിക്കും. സോ അതോടുകൂടിയാണ് നമ്മളെ ഹണ്ടർ എന്ന ആനിമി സീരീസിലെ 3ാം സീസണിലെ 10ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് അത് റിയൽ ആയിട്ട് കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് ഈ ഒരു എപ്പിസോഡ് റിയൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുക. സോ ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ റിയൽ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിലെ സബ് ടൈറ്റിൽസ് വായിച്ചാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മളുടെ വീഡിയോ ഫുള്ള് കണ്ടുപിടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കൃത്യമായിട്ടൊരു ത്രില്ല് കിട്ടുള്ളൂ. പിന്നെ ഗൈസ് ഹണ്ടറിനൊക്കെ വളരെയധികം സപ്പോർട്ട് കുറവാണ്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഒരു ആനിമി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത് കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.